ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അവിലും കപ്പലണ്ടിയും വെച്ചിട്ട് നല്ലൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ? വായോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് അവലിടും കേട്ടോ. എന്നിട്ട് ആ അവലൊന്ന് ക്രഞ്ചി ആയിട്ട് വരുന്ന വരെ നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് കപ്പലണ്ടിയും ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും ഒന്ന് ഏകദേശം ക്രഞ്ചി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ബാക്കിയെല്ലാം ഓക്കെ. അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പാല് മാത്രമേ ഇല്ലായിരുന്നു. പിന്നെ പാലും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഇന്ന് നമുക്ക് പരിപാടി ആദ്യമേ നമുക്കൊരു പാത്രത്തിലേക്ക് 2 പഴം ഇടാം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഇത് മാത്രം കേട്ടോ ഞാൻ ഇട്ടത്. അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അത് വിസ്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഉടച്ച് എത്ര നന്നായി ഉടയ്ക്കുന്നോ അത്രയും നല്ല ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ബൂസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ബൂസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പാലൊഴിക്കാം കേട്ടോ. പാലൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇറ്റ്സ് സെർവിങ് ടൈം. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്താലോ. ആദ്യത്തെ ലെയർ നമുക്ക് അവലും പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി ആയിട്ട് മിക്സ് ചെയ്തിടാം കേട്ടോ. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് പഴവും പഞ്ചസാരയും പാലും ബൂസ്റ്റും ഒക്കെ അതിനാ മിക്സ്ചർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വാനില ഐസ്ക്രീമും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിൽ മിൽക്ക് വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ്. അതായത് നമ്മൾ ആദ്യം അവലിൻ്റെ ലെയർ ഇടണു, പിന്നെ മിക്സ് ഒഴിക്കണു, വീണ്ടും ഐസ്ക്രീം ഇടണു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ടോപ്പ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ബൂസ്റ്റ് കൂടി ഇച്ചിരി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്താലോ. അടിപൊളിയായിരിക്കും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? എന്തോ ഉണ്ടാക്കിയ